ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. അതായത് Q&A വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയും ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് ക്ലീനിങ് വീഡിയോയും കൂടിയാണ്. കാരണം നമ്മുടെ പൊങ്കലൊക്കെ ഇങ്ങനെ എത്താറായി. അപ്പോൾ അതിന് മുന്നേ തന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ. മാത്രമല്ല ഞങ്ങൾ യാത്രയിലായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് പോയിട്ട് വന്നതിന് ശേഷം ഞാൻ ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് ചെന്നൈയിൽ വന്നതിന് ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ശരിക്കും ആ സമയത്ത് എനിക്ക് നന്നായിട്ട് കോൾഡ് പിടിച്ചായിരുന്നു കേട്ടോ. എനിക്കും ഹസ്ബൻഡിനും മോൾക്കും നന്നായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പനി വരുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഈ ഒരു ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു കോൾഡ് ഉള്ള കാരണം കൊണ്ട് ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാസ്ക് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോയിൽ ഇതുവരെയ്ക്കും ഞാൻ അങ്ങനെ മാസ്ക് വെച്ച് ക്ലീൻ ചെയ്യുന്നതൊന്നും ചെയ്യാറേ ഇല്ല കേട്ടോ. എനിക്ക് ഒട്ടും കംഫർട്ടല്ല. പക്ഷേ തീരെ വയ്യാത്ത കാരണം കൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ശ്രീദേവി ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അല്ലേ. അപ്പോൾ അതിൽ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആതിരയുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ആൻഡ് മോട്ടിവേഷനാണ്. ശരിക്കും ആതിരയെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺ ആരാ? ഇതാണ് ക്വസ്റ്റ്യന്. അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഈ പുള്ളിക്കാരി ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും ഭയങ്കര മോട്ടിവേഷൻ ആണെന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും എൻ്റെ ഒരു സഹോദരിയെ പോലെ തന്നെയാണ് കേട്ടോ. ഞാൻ ഒരിക്കലും കണ്ടിട്ടൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. നമ്മുടെ ചാനലിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് എന്നെ നേരിട്ട് അറിയാവുന്നത്. എൻ്റെ അത്രയും എന്നെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിന് മാത്രമാണ് അറിയാവുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും എനിക്ക് അപരിചിതരാണ് കേട്ടോ. ഈ ഒരു യൂട്യൂബ് വഴിയുള്ള പരിചയം മാത്രമാണ് എനിക്കുള്ളത്, കമൻറ്റ്സ് ഇടുന്നത് വഴിയുള്ളൊരു പരിചയം. അപ്പോൾ ഈ ശ്രീദേവി എന്ന് പറയുന്ന വ്യക്തിയും അതിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ എപ്പോഴും പറയാറുണ്ട് എന്നെ ഒരു സിസ്റ്ററിനെ പോലെയാണ്, ഞാൻ ഭയങ്കര മോട്ടിവേഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോസൊക്കെ ഭയങ്കര മോട്ടിവേഷനാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആദ്യം മുതലേ ഇപ്പോഴും പഴയതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. ആതിരയുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺ ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് കാര്യം. കാരണം എന്നെ ഏറ്റവും കൂടുതൽ അഡ്വൈസ് ചെയ്തിട്ടുള്ളതും എൻ്റെ അച്ഛൻ തന്നെയാണ് കേട്ടോ. കുഞ്ഞിലേ തൊട്ട്, അതായത് ഒരു 5ാം ക്ലാസ്സൊക്കെ ആയ ടൈം തൊട്ടേ അച്ഛൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരും. ഒരുപാട് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ, ജീവിതത്തെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ. അന്നൊന്നും നമുക്ക് അതിനുള്ള പക്വതയില്ലെങ്കിലും ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അച്ഛൻ എത്ര മൂല്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പിന്നെ മാത്രമല്ല, എൻ്റെ അച്ഛൻ്റെ ജീവിതം തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. കാരണം ഒന്നും ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങിയൊരു മനുഷ്യനാണ്. ഇപ്പോൾ ഞങ്ങളെയൊക്കെ ഇത്രയെങ്കിലുമൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കഴിവ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒന്നുമില്ലയെന്ന് പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം താഴേക്ക് കൊണ്ടുപോകാനും പറ്റും. അതേസമയം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ മേലോട്ട് ഉയർത്തി കൊണ്ടുവരാനും പറ്റുമെന്നും ഞാൻ ആ ഒരു പാഠം പഠിച്ചത് എൻ്റെ അച്ഛനിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു മോട്ടിവേറ്റർ എന്ന് പറയുന്നത്. 2 ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ചോദിച്ചത് കേട്ടോ. അതും കൂടെ വായിക്കാം. ആതിരയുടെ ഹസ്ബൻഡ് എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് യൂട്യൂബറായി ഇരിക്കുന്നതിൽ? അപ്പോൾ 6th ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടെന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആഫ്റ്റർ മാരേജ് നമുക്ക് ഫാമിലിയും നമ്മുടെ പ്രൊഫഷനും ഒരുപോലെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് വളരെ വലുതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഇത് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഞാനങ്ങനെ ഹെൽപ്പൊന്നും ചോദിക്കാറൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ എഡിറ്റിങ്ങിന് എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആദ്യം ചോദിക്കുന്ന ഒപ്പീനിയൻ ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് എഡിറ്റിങ്, വോയിസ് ഓവർ എല്ലാം കൊടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡിനെ അത് കേൾപ്പിച്ച് കൊടുക്കും. അതുപോലെ തന്നെ തമ്പനെയിലൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ പുള്ളിയോട് ചോദിച്ചിട്ടാണ് കൺഫേം ചെയ്യുന്നത് പോലും. ഇപ്പോൾ എൻ്റെ ആമിയും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവരോട് 2 പേരോടും ചോദിച്ചിട്ടാണ് തമ്പനെയിലൊക്കെ സെലക്ട് ചെയ്യുന്നത്. 2-3 എണ്ണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചിട്ടൊക്കെ.
അപ്പോൾ അത്രയ്ക്കും അതായത് അവർ രണ്ടുപേരും തരുന്നൊരു സപ്പോർട്ട്, ഹസ്ബൻഡാണെങ്കിലും മോളാണെങ്കിലും. മോളുടെ കാര്യം പറയുകയാണെങ്കിലും ചെറിയ പ്രായം തൊട്ടേ ഞാൻ ഈ ചാനൽ തുടങ്ങിയതാണല്ലോ. അവൾക്കൊരു 1.5-2 വയസ്സായപ്പോൾ മുതലേ തുടങ്ങിയതാണ്. കുഞ്ഞു വാവയായിരുന്ന സമയത്ത് പോലും ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അവളെ ഹസ്ബൻഡാണ് നോക്കുന്നതൊക്കെ, വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ. അന്നൊന്നും ഞാൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും വോയിസ് ഓവർ ചെയ്യലില്ലായിരുന്നു. കാരണം എനിക്കും പുതിയതാണല്ലോ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ ഇത്രയും ഒരു പെർഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ ഒരു സമയത്തും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു സപ്പോർട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഏതൊരു വൈഫിനും ഏതൊരു ഫീൽഡിലാണെങ്കിലും നമുക്ക് നിൽക്കാനായിട്ട് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല നമ്മുടെ ഫാമിലിയും അതുപോലെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ നമ്മളെ എല്ലാം മനസ്സിലാക്കി നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ വേറെ ആരെയും നോക്കേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. പിന്നെ 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആതിരയുടെ അനിയൻ എന്ത് ചെയ്യുന്നു, അനിയനെക്കുറിച്ച് 2 വാക്ക് പറയുമോ എന്ന്. എൻ്റെ അനിയൻ ഇപ്പോൾ മെക്കാനിക്കൽ എൻജിനീയറാണ്. അവനിപ്പോൾ ഒറീസയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറ്റം ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഞാൻ 1-2 വ്ളോഗിൽ അവരെയൊക്കെ കാണിച്ചിട്ടുണ്ട്, അനിയനെയും വൈഫിനെയൊക്കെ. അനിയൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തോളമായി. ഒരു മകനാണ് അവർക്കുള്ളത്. അനിയനെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ശരിക്കും എൻ്റെ അനിയനെ പോലെ അല്ല അവൻ, എനിക്കൊരു മൂത്ത ചേട്ടനെ പോലെയാണ്. കാരണം എല്ലാ ചേച്ചിമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അനിയന്മാർ എപ്പോഴും നമ്മൾ സഹോദരിമാർ, ചേച്ചിമാരെ അവരെപ്പോഴും ഒരു ഒരു മൂത്ത സഹോദരൻ്റെ അല്ലെങ്കിൽ ഒരു അണ്ണൻ്റെ അധികാരം ഉപയോഗിച്ചാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നതൊക്കെ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യത്തിൽ. ഞങ്ങൾ തമ്മിൽ ഒരു 1.25 വയസ്സിൻ്റെ വ്യത്യാസമാണുള്ളത്. പക്ഷേ എന്നാലും ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ ഒരുപാട് വിഷമഘട്ടങ്ങളിലും എന്നെ താങ്ങായിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരാളാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര എക്സ്പ്രസീവായിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ. നമ്മൾ രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ്. എപ്പോഴും കാണുന്നില്ലെങ്കിലും നമുക്ക് സഹോദരങ്ങളോട് നമുക്കൊരു സ്നേഹം, ഒരു ആത്മബന്ധം നമുക്ക് എപ്പോഴും ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്കും ഉള്ളത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ശ്രീദേവി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള ബെറ്റി ജോണാണ്. ഈ പുള്ളിക്കാരിയും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് കേട്ടോ. ഭയങ്കര ഒരു ഓരോ വീഡിയോ ഇടുമ്പോഴും, ഈ റീസെൻ്റായിട്ട് നമുക്ക് വന്നിട്ടുള്ളൊരു സബ്സ്ക്രൈബറാണ്. ഓരോ വീഡിയോ ഇടുമ്പോഴും നമ്മളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്നോട് ചോദിച്ചേക്കുന്നത്, പാട്ട് പാടുമോ, വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടം, അതാണ് ചോദിച്ചേ, സ്ട്രെസ്സൊക്കെ വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന്. അപ്പോൾ പാട്ട് പാടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും കുഞ്ഞിലെ എനിക്ക് പാട്ട് പഠിക്കാനും പാട്ട് പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ അങ്ങനെ അച്ഛൻ അങ്ങനെ പാട്ട് പഠിപ്പിക്കാനൊന്നും വിട്ടിട്ടൊന്നുമില്ല. പാട്ട് പാടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പാട്ട് പാടുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കുഞ്ഞിലെ ഞങ്ങൾ അമ്മയുടെ വീട്ടിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത്, അതായത് വെക്കേഷൻ സമയത്തൊക്കെ അമ്മയുടെ സഹോദരന്മാരൊക്കെ എന്നെക്കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിക്കുമായിരുന്നു കേട്ടോ. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പാടുന്നത് കേൾക്കാനൊക്കെ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. ഞാൻ മാക്സിമം പാട്ടുകളൊക്കെ പാടി റെക്കോർഡൊക്കെ ചെയ്ത് ഞാൻ താനെ കേൾക്കുന്ന അങ്ങനത്തെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട്. സ്മ്യൂൾ ആപ്പ് ഇടയ്ക്ക് വെച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് അതിലൊക്കെ പാട്ടുകളൊക്കെ പാടി ഇങ്ങനെ ഞാൻ സ്വന്തമായിട്ട് കേട്ട് ആസ്വദിക്കുമായിരുന്നു കേട്ടോ. പിന്നെ വോയിസ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ആദ്യമായിട്ടാണ് ഒരാൾ വോയിസ് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത്. ഇത് മുമ്പും ഈ പുള്ളിക്കാരി ഈ കമൻ്റ് ഇട്ടപ്പോഴത്തേക്കും ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വ്ളോഗിൽ. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഇതിൻ്റെ ആൻസർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നില്ലേ. സ്ട്രെസ്സ് വരുമ്പോഴത്തേക്കും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റേതായ കാര്യങ്ങളിലേക്ക് ബിസി ആവുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് അങ്ങനെ അങ്ങ് നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. കുറച്ചും കൂടി കാര്യങ്ങൾ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഞാനൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ മാക്സിമം സ്ട്രെസ്സ് ഒഴിവാക്കാനായിട്ട് നമ്മളെപ്പോഴും നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുക കേട്ടോ. നമ്മൾ വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കി അല്ലെങ്കിൽ കുക്കിങ്ങും ക്ലീനിങ്ങും മാത്രം ചെയ്യാതെ
ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചൊക്കെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടേതായ ഇഷ്ടവിനോദങ്ങളും കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും ഡ്രോയിങ്ങോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, സ്റ്റിച്ചിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൊക്കെ ഒന്ന് എൻഗേജ്ഡ് ആയിട്ടിരിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സ്ട്രെസ്സ് കുറയുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് രമ്യ OS ആണ്. അപ്പോൾ ഈ പുള്ളിക്കാരി എൻ്റെ കോളേജിലെ ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ അധികം സംസാരിച്ചിട്ടൊന്നുമില്ല കോളേജ് ടൈമിലൊന്നും. യൂട്യൂബ് എന്ന് പറയുന്ന ഫീൽഡിലേക്ക് വന്നതിന് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്ത് തരികയും എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുകയും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന കുറേ പേരിൽ ഒരാളാണ് കേട്ടോ രമ്യ. അപ്പോൾ രമ്യ ഒരുപാട് താങ്ക്സ് ഉണ്ട്. രമ്യ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വീഡിയോസിൽ വരുത്തേണ്ട മാറ്റങ്ങളും എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എനിക്ക് കുറേ സജഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ മാക്സിമം ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് അത് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ മാക്സിമം ചേഞ്ചസ് വരുത്തിയിട്ടും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ നല്ലൊരു സുഹൃത്തും കൂടിയാണ്. ഞങ്ങളങ്ങനെ ഒരുപാട് സംസാരിക്കാറൊന്നുമില്ല. യൂട്യൂബിലെ കാര്യങ്ങൾ മാത്രമാണ് വല്ലപ്പോഴും അതും സംസാരിക്കാറുള്ളൂ. അപ്പോൾ രമ്യ ചോദിച്ചേക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കുറച്ച് ക്വസ്റ്റ്യൻസ് അധികം ചോദിച്ചിട്ടുണ്ട്, 8 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫാമിലിയെ മിസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ഓവർകം ചെയ്യുന്നത്? സത്യം പറയാലോ, എനിക്ക് ഫാമിലി അങ്ങനെ മിസ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യമായിട്ട് പറയുന്ന കാര്യമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ചതുകൊണ്ടും എനിക്ക് അങ്ങനെ ഒരു മിസ്സിങ് എന്ന് പറയുന്നൊരു സംഭവം എനിക്ക് ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം അച്ഛൻ എന്നെ ഹോസ്റ്റലിൽ വിട്ടപ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു ആ ഒരു കോളേജ് ടൈമിൽ. അപ്പോൾ അന്ന് എന്നോട് അച്ഛൻ പറഞ്ഞത്, ഇന്ന് നീ ഇപ്പോൾ കരയാതെ പിടിച്ചിവിടെ നിൽക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നിനക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് അന്ന് അച്ഛൻ എനിക്ക് നല്ലൊരു അഡ്വൈസ് തന്നിരുന്നു കേട്ടോ. പക്ഷേ അന്ന് അച്ഛനോട് എനിക്ക് ദേഷ്യം തോന്നിയെങ്കിലും പക്ഷേ ഇപ്പോഴാണ് എനിക്കതിൻ്റെ വില മനസ്സിലാവുന്നത്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഞാൻ വന്നതുകൊണ്ട് എനിക്കങ്ങനെ ഫാമിലിയെ മാക്സിമം മിസ്സ് ചെയ്യാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതുകൊണ്ട് അങ്ങനെ ഒരു ഇതെനിക്ക് ഇതുവരെയും തോന്നിയിട്ടുമില്ല കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചെന്നൈയിലോട്ട് വരുമ്പോൾ ആതിരയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ എങ്കിൽ അത് എന്താണ്? അപ്പോൾ ചെന്നൈയിലോട്ട് വന്നപ്പോഴത്തേക്കും എനിക്കുണ്ടായൊരു മാറ്റം എന്ന് പറയുന്നത്, ഉത്തരവാദിത്തങ്ങൾ ഞാൻ കൂടുതൽ ഏറ്റെടുക്കാനായിട്ട്, അതായത് റെസ്പോൺസിബിലിറ്റീസ് എൻ്റെ തലയിലേക്ക് ഒരുപാട് വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, അമ്മയുടെ മരണമെന്ന് പറയുന്നത് പെട്ടെന്ന് അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ എൻ്റെ തലയിലോട്ട് വന്നതുപോലെ അങ്ങനെ ഒരു ഇതെനിക്ക് തോന്നിയിരുന്നു. തുടക്കത്തിൽ അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പോകെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് എനിക്കത് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ഒരു മാറ്റം, അതായത് നമ്മൾ കോളേജ് കഴിഞ്ഞ് ഉടനെ നമ്മൾ കല്യാണം കഴിച്ച് വരുന്നതാണല്ലോ. അപ്പോൾ നമ്മുടെ ആ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ളൊരു ബിഹേവിയറും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റാനൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മുടെ സാഹചര്യമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് പോകുന്ന സമയത്ത് നമുക്കതൊരു വലിയ ഭാരമായിട്ട് തോന്നത്തില്ല. അപ്പോൾ അതൊരു വലിയ മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഉള്ളൊരു മാറ്റം എന്ന് പറയുന്നത്, ചെന്നൈയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകൾ ഭയങ്കര സ്നേഹമുള്ളവരും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് തരുന്ന ആൾക്കാരുമാണ് കേട്ടോ. അത് എനിക്ക് തോന്നുന്നത് ചെന്നൈയിൽ താമസിക്കുന്ന പലർക്കും അറിയാമായിരിക്കും. ഭയങ്കരമായിട്ട് നമ്മളെ പ്രത്യേകിച്ച് പുരുഷന്മാർ സ്ത്രീകളെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതൊക്കെ കൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നത് നാടെനിക്ക് അങ്ങനെ മിസ് ചെയ്യാറില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്നിൽ തന്നെ എനിക്കൊരു ചേഞ്ച് ഉണ്ടാക്കിയൊരു കാര്യമാണ് കേട്ടോ. കാരണം നമുക്ക് ഒരു വാല്യൂ തരുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് അഭിമാനിക്കാനൊക്കെ ഉള്ളൊരു ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം എനിക്ക് തോന്നി. 8 ക്വസ്റ്റ്യനാണ് രമ്യ ചോദിച്ചേക്കുന്നത്. ബാലൻസ് ക്വസ്റ്റ്യൻസിൻ്റെ ഇതൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ചെറിയൊരു വീഡിയോ ആയി പോയി, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.